അപ്പം ഞങ്ങൾ ഊട്ടി വരെ ഒന്ന് പോവാണ് കേട്ടോ മക്കളെ. എല്ലാവരും ഒരുങ്ങി, എല്ലാവരും ബ്ലാക്ക് വേണം കേട്ടോ. അക്കുട്ടി മാത്രം വേറെ കളറാണ്. അപ്പോൾ നീതുമേമ മാത്രം വെറൈറ്റി, ഞങ്ങളൊക്കെ ബ്ലാക്ക്. സ്റ്റീലിന്റെ ക്ലാസ് ചേച്ചിയെ അപ്പൊ മക്കളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലി ടൂറായിരുന്നു കേട്ടോ. അമ്മ, ചേച്ചിമാർ, ഏട്ടന്മാർ, ഏടത്തിമാർ, മക്കളും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ പാട്ടില്ല കാരണം നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണമാണ് കേട്ടോ ഞാൻ മ്യൂട്ടാക്കിയതാണ്. അപ്പം മക്കളെ ഞങ്ങൾ ഇതാക്കണ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ദൈവേ എല്ലാരും ഇതാക്കണ മത്സരിക്കാണ്. ആ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്രയിൽ. ഇഡ്ഡലിയും സാമ്പാർ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഓർഡർ ചെയ്തതായിരുന്നു. അതേമാതിരി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്കില്ലേ. അപ്പോൾ രാവിലത്തെ ചായയും കടിയും അതേമാതിരി ഉച്ചയ്ക്കത്തെ ബിരിയാണി ഞങ്ങളിങ്ങനെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. ഇത് ഏട്ടൻ്റെ മോളാണേ. മത്സരം മൈക്കൊക്കെ തല്ലൂടാണ് കേട്ടോ. രണ്ടാളും കൂടി മൈക്കൊക്കെ തല്ലൂടാണ്. രഞ്ജിത്തേട്ടനുണ്ട് ഇതാ. അങ്ങനെ ഞങ്ങളിവിടെ ഊട്ടിയിലെത്തി കേട്ടോ. എല്ലാവരും നല്ല ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്കതിലൊന്ന് പോയി നോക്കാം. നടക്കി മനസ്സുമാരെ ഇവിടെ വണ്ടി നിർത്തിയിട്ടു മക്കളെ. ഇനി പോകണം, മോളിക്ക് പോകണം. മക്കളെ നല്ല തിരക്കാണ് കേട്ടോ. എങ്ങനെ അതിൻ്റെ ഉള്ളിലെത്തും? ടോക്ക് എടുക്കാനൊക്കെ പോയിട്ടുണ്ട് അവർ. ഇവരൊക്കെ മുഖം എന്തെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക്. എൻ്റെ ഭഗവാനെ എന്തൊരു ഭംഗിയാണോ. പൂവുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈശ്വര, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഊട്ടിയിൽ വന്നിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഫ്ലവർ ഷോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആഹാ എന്താ ഭംഗിയിലേ കാണാൻ. കാണുമ്പോൾ തോന്നുന്നത് എന്താ പ്ലാസ്റ്റിക് ആണെന്ന് കേട്ടോ. പൂ തന്നെയാണ്.
റീൽസ് എടുക്കാൻ വേണ്ടി പ്രാക്ടീസാ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. ഇനി കുറച്ചാണ്ട് പോയിട്ട് വേറെ കുറച്ച് സ്ഥലം കൂടെ ഒക്കെ ഉണ്ട് കാണാൻ. അതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കണം. ഈ പാളേന്റെ പ്ലേറ്റില്ലേ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ബോട്ട് ഹൗസിക്കാട്ടാ പോണേ. അവിടെ കുറേ നേരം വൈകിട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോരുമ്പോൾ ഒരു ചായ കുടിക്കാൻ വെച്ച് കയറിയാണ്. അപ്പൊ ഞങ്ങളൊരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ്. തണുത്തിട്ട് വയ്യ മക്കളെ. അങ്ങനെ ഞങ്ങൾ വഴിക്കടവ് എത്തി. അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തട്ടുകടകളുണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ പീസും ചോറും കഴിക്കാൻ വെച്ചു. അമ്മയ്ക്കൊക്കെ ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതൊരു ഭാഗ്യമായി. വീട്ടിലെത്തി. അമ്മയ്ക്ക് ഒരു ഭാഗത്തായിട്ട് ചേച്ചിയൊക്കെ കുഴഞ്ഞിരിക്കുകയാണ്.